ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വെഡ്ഡിങ് റിസപ്ഷന് പോയൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? അവിടുത്തെ തന്നെ കല്യാണത്തിന് പോയ വീഡിയോ ആണ് ഇന്നത്തേത്. കല്യാണം വന്നിട്ട് കുറച്ച് ദൂരെയാണ്. ചിങ്ങമാസം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒരുപാട് കല്യാണങ്ങളായിട്ട് ഇന്ന് തന്നെ അച്ഛൻ ഈ കല്യാണത്തിന് വരാൻ പറ്റില്ല, അച്ഛന് വേറൊരു കല്യാണത്തിന് പോകണമായിരുന്നു. അങ്ങനെ പോയി. ഹസ്ബൻഡാണെങ്കിൽ വർക്കിൻ്റെ ആവശ്യമായിട്ട് അത് കഴിഞ്ഞിട്ടേ പിന്നീട് നേരെ ഇങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളുടെ ബന്ധുക്കളാണ്. അവരുടെ കൂടെയൊക്കെ ഒന്ന് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ടൈം ആയപ്പോഴത്തേക്കും കല്യാണ പെണ്ണ് വന്നു. താലപ്പൊലിയായിട്ടൊക്കെ ഒരുപാട് പേര് കയറണേ. നമ്മുടെ ചെറുക്കനും എത്തി. അങ്ങനെ താലി കെട്ടാൻ നേരത്ത് മേളം കൊട്ടുന്ന സൗണ്ട് കേട്ട് നമ്മുടെ നീയക്കുട്ടൻ ഡാൻസ് തുടങ്ങി. ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിയിട്ട് അവള് നിൽക്കണതേ ഇല്ലായിരുന്നു, ഭയങ്കര ചാട്ടമായിരുന്നു. അങ്ങനെ ചെറുക്കനും പെണ്ണും വന്നത് മണ്ഡപത്തിലൊക്കെ ഇരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ ഞായറാഴ്ചയും കൂടെ ആയത് കാരണം എല്ലാവർക്കും ഒക്കെ എത്താൻ പറ്റി. അങ്ങനെ സമയമായി, എല്ലാവരും ഇരുന്നു. താലി കെട്ടാനുള്ള നേരമായിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം കല്യാണ സ്ഥലത്ത് കാണുന്ന പോലെ തന്നെ ക്യാമറക്കാരെല്ലാവരും ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും അവരുടെ പുറം സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തിനാണ് ബാക്കി ഫ്രണ്ടിൽ ഇരിക്കണവരൊക്കെ അങ്ങനെ ഇരിക്കണമെന്ന് പോലും അറിഞ്ഞൂടാ. ഞാനും ഹസ്ബൻഡും അതിൻ്റെ ഇടയിൽ കയറി എടുക്കാൻ പറ്റുന്ന പോലത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് പരിപാടിയാണെന്ന് അറിയാമല്ലോ. ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഈ ഇലയിടുന്ന സമയത്ത് തന്നെ അവർ ഡോറ് ക്ലോസ് ചെയ്യുമല്ലോ. പക്ഷെ മോളും കൂടെ ഉള്ളത് കാരണം പുറത്ത് നല്ല ചൂടായത് കാരണം നമ്മൾ പറഞ്ഞത് കാരണം നമുക്ക് അകത്ത് കയറാൻ പറ്റി. അങ്ങനെ പിന്നെ സദ്യ എല്ലാം വിളമ്പി നമ്മൾ കഴിക്കാൻ തുടങ്ങി. നീവുകുട്ടന് സെപ്പറേറ്റ് ഇല വേണമെന്ന് പറഞ്ഞിട്ട് അവള് സെപ്പറേറ്റ് ആണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ ആളൊന്നും കഴിക്കുന്നില്ല. പായസം വന്നാൽ കുറച്ച് കഴിക്കുന്ന തന്നെ, അല്ലാതെ വേറെ ഫുഡൊന്നും കഴിക്കില്ല. അങ്ങനെ ഇരുന്ന് കിണ്ടി ഇരിക്കും, അത്ര തന്നെ. പിന്നെ ഈ കാണുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കഴിക്കുന്നതാണ്. ഉള്ള എന്ത് കറി ഉണ്ടെങ്കിലും അതെല്ലാം കൂടെ വാരി കുഴച്ച് ചമ്മന്തി പരുവാക്കും. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്? വീടല്ല മനുഷ്യ, ഇത് പുറത്താണെന്ന് പറഞ്ഞാലും ആൾക്കൊരു ഇതുമില്ല. ആര് കണ്ടാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് കഴിക്കണം, അത് തന്നെ. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. ആൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കട്ടെ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ 3 കിലോ ടാറ്റ ബൈ ബൈ, സീ യു.